സംഭവം എന്താ പറ്റി? എന്താ കാര്യം? എല്ലാം കഞ്ചാവാണോ? നീ പറ, നീ ഇങ്ങനത്തെ നിക്കണ്ട പറയാ. ഞാൻ കാര്യം പറഞ്ഞിട്ട് കാര്യം എന്താ? ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? വെള്ളം അടിച്ചിട്ടുണ്ടോ? വണ്ടി അടിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുക. പോലെ ആ പുള്ളിക്കാരനെ പറ്റുള്ളൂ. ജസ്റ്റ് അതിനെ അടിക്കണ്ടാണ്. ഈ പുള്ളിക്കാരനാ ഡിയാൻഡിയിലെ ചായനെ കൊല്ലാൻ വന്നിട്ട് മാർക്കറ്റ് എടുത്തിട്ട് സംഭവം എന്താ പറ്റി? എന്താ കാര്യം? എനിക്ക് കാര്യം പറഞ്ഞോ ചേട്ടാ. സംഭവം പറഞ്ഞോ അവിടെ നിന്ന്. സംഭവം എന്താ? കാര്യം പറഞ്ഞോ. കാര്യം എന്താ? ഇങ്ങോട്ട് പോ. ഞാൻ എന്താ ഇങ്ങോട്ട് വെറുതെ തെര വിളിച്ചിട്ട് പോവാണോ? വാ. എന്താ പ്രശ്നം? എന്താ എവിടെ പ്രശ്നം? എന്താ കുഴപ്പം പറ്റേ? എന്താ കുഴപ്പം പറ്റേ? പറന്നു പോകുന്നില്ലേ? എവിടെ? എന്താ അവിടെ നിന്ന് സൈഡാക്കി നിർത്തിയിട്ട് എന്താ പറ്റി ചേട്ടാ എന്ന് ചോദിക്കാൻ മര്യാദ ഉണ്ടായോ? അത് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? വെള്ളം അടിച്ചാൽ തെരയും വെച്ചിട്ട് പോകണം. പ്രശ്നം എന്റെ കൈക്കൊന്നും ഇടിച്ചല്ലോ. അവിടെ നിന്ന് പോവല്ലേ. ആ പിന്നെ എന്ത് കാണിക്കുന്നത് നിങ്ങൾ? എന്ത് പരിപാടി കാണിക്കുന്നതിനെ? വെള്ളം അടിച്ച് വന്നിട്ട് മര്യാദക്ക് പോകാൻ നിൽക്കല്ലേ? ഈ എന്താ പരിപാടി? തെരയും വിളിച്ചിട്ട് പോകണം. എവിടെ ശരിയാ ചേട്ടൻ? പോവല്ലേ നിങ്ങൾ? ചേട്ടൻ എന്ത് കാണിക്കുന്നേ? വെള്ളം അടിച്ച് വന്നിട്ട് തെരയും വിളിച്ചിട്ട് പോകണം. ചേട്ടോ ഞാനില്ല. അവിടെ നിന്ന് ഹോൺ അടിച്ച് കയറുന്നു. ഞാൻ അവിടെ നിന്ന് ഹോൺ അടിച്ച് പറയുന്നത് കേക്ക്. ഞാൻ നിന്നോട് കൈ കൊണ്ട് കാണിക്കുന്നു. നീ അന്നേരം പറന്ന് കയറി പോലും ചെയ്തു. ഞാനില്ലേ കാലിക്കട വന്ന് പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ട് ഇല്ലേ? അടിച്ചിട്ടുണ്ടോ? കാലിക്കട വന്ന് ആ മറ്റേ വർക്ക്ഷോപ്പില്ലേ വെള്ളം കഴിക്കുന്നേ, അവിടെ നിന്ന് ഹോൺ അടിച്ചിട്ട് ഓവർടേക്ക് വന്നു. പുള്ളി ഇവിടെ എത്തിയപ്പം ഹോൺ അടിച്ചോണ്ട് വന്നു. ഞാൻ ഇവിടെ ഇൻഡിക്കേറ്റർ എടുത്ത് വളക്കാൻ നിൽക്കുവോ. ഇപ്പൊ കൈ തട്ടി വന്നിട്ട് എന്നിട്ട് അവിടെ തെറി വിളിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്താ? ഞാൻ അവിടെ ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്തൊക്കെ ഹോട്ടൽ കൃഷ്ണറിന്റെ വണ്ടി അടിച്ചെങ്കിലോ? പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് മര്യാദ ഹോൺ അടിച്ചിട്ട് ഓവർടേക്ക് കയറി. വണ്ടി അടിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുക. അത് പോലീസിന് വിളിക്കാം. പോലീസിന് വിളിക്കാം. അല്ല റെക്കോർഡിംഗ് ആണ് ഇതൊക്കെ. ഞാൻ ഇടിച്ചു നോക്കാൻ പറ്റില്ല. അല്ല എന്തെങ്കിലും കേസുണ്ടാ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഞാൻ ഓവർടേക്ക് ചെയ്ത് പോയി. കാലിക്കട വന്ന് പുള്ളിനെ ഹോൺ അടിച്ച് കയറി ഓവർടേക്ക് കയറി. ഹോൺ അടിച്ചിട്ട് ഓവർടേക്ക് കയറി. വേറെ അവിടെ കുഴപ്പമില്ല. ഇവിടെ വരെ പുറകെ വന്നിട്ട് ഇവിടെ ഇൻഡിക്കേറ്റർ വളക്കാൻ നിൽക്കുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ സംഭവിച്ചാൽ അവിടെ നിന്ന് തെറിയും പിടിച്ച് നിൽക്കുക. അത് വെറുതെ കയറി വിളിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ വെള്ളം അടിച്ചിട്ടുണ്ട് പുള്ളി. അല്ല നിങ്ങൾ ചെയ്ത വണ്ടി എടുത്ത് പോ. നീ പറ, നീ ഇങ്ങനത്തെ നിക്കണ്ട പറയാ. ഞാൻ സാധാരണയായിട്ട് ഒരാളെ ഓവർടേക്ക് അതുപോലെ ഓവർടേക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ വന്ന് ഇടിച്ചാൽ നിൽക്കുന്നു. അല്ല ഇവന് ഓവർ സ്പീഡല്ലേ? അല്ല ആ പുള്ളിക്കാരനെ പറ്റുള്ളൂ. ജസ്റ്റ് അതിനെ അടിക്കണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മളത് കണ്ടോണ്ടിരിക്കുക. ഞാൻ ഇത് വേറെന്താണ് ഓടിക്കുന്നത് കേട്ടോടെ തിരിഞ്ഞല്ലേ ഇടിച്ചു വീണേ അവിടുന്ന്. ഇത് കിട്ടിയില്ല ഇടിച്ചത്. അതുകൊണ്ട് ഞാൻ തെര വിളിക്കുന്നോട്ട് തെര വിളിച്ചു പറഞ്ഞു അവിടെ വണ്ടി എത്തിയിട്ട്. അത് ചോദിച്ചു പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടോ? വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഈ പുള്ളിക്കാരനാ ഡിയാൻഡിയിലെ ചായനെ കൊല്ലാൻ വന്നിട്ട് മാർക്കറ്റ് എടുത്തിട്ട് അയ്യോ
കുഴപ്പമൊന്നുമില്ല മര്യാദക്ക് ഓവർടേക്കിൽ വന്നതാണ് ഇവിടെ എന്താ കുഴപ്പം കണ്ടുകൊണ്ട് മാത്രം വീണില്ല ഇലയെ പിടിച്ച് കൈക്കിട്ട് അടിച്ചു ഓടിയെന്ന് കേട്ടു അതുകൊണ്ട് സൈഡാക്കി ഇലയെ അടിച്ച് വീണാണ് പോകുന്നത് ഇത് ബാലൻസ് കൊണ്ട് ഇതിലടിച്ചു എന്റെ കൈപ്പിന് ചെറുതായിട്ട് ഇവിടെ വീണ്ടായിരുന്നു അത് ഞാൻ കണ്ടോണ്ട് മിറർ കണ്ടോണ്ട് പിന്നെ വെട്ടിച്ചോണ്ട് കിട്ടിയത് അല്ലെങ്കിൽ വീണാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ട് പോലീസിനെ വിളിക്കായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് വെള്ളം അടിച്ചിട്ടുണ്ടോ അല്ല എനിക്ക് മനസ്സിലായി എന്താ കാര്യം മനസ്സിലായില്ല അത് മനസ്സിലായി എന്താ എന്റെ കാര്യത്തിൽ എന്താ കാലിക്കട മറ്റേ വെള്ളം കഴിയുന്ന സ്ഥലമല്ലേ അവിടുന്ന് ജസ്റ്റ് ഹോൺ അടിച്ച് സാധാരണ പോലെ ഓവർടേക്ക് ചെയ്ത് വന്നു അവിടുന്ന് ഈ ഹോൺ അടിക്കുന്ന കേട്ടു പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ ഇങ്ങോട്ട് വന്നു ഞാൻ ഇവിടെ വന്നപ്പോ ഞങ്ങൾ വിചാരിക്കുന്നത് ഇത്ര അത്യാവശ്യമായിട്ട് പോകുന്ന ആരാന്ന് ഫോണടി കേട്ടില്ലായിരുന്നോ ഞാനോർത്ത് ഈ വണ്ടി എന്താ വലിയ കൂടും ക്രൂരത ചെയ്തിട്ട് പോകുന്ന വണ്ടി അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ഇപ്പം തിരിയുന്നതിന് ഒട്ടിച്ച് അവിടെ ചരളിക്കൂടെ ഞാൻ അയാളെ അത് എന്ത് വിഷയം ഉണ്ടെങ്കിലും പുള്ളി അത് അങ്ങനെ ഒരു ഓടുന്ന റണ്ണിങ് ഉള്ള വണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല ആരാണല്ലോ റെക്കോർഡിംഗ് ഉണ്ടോ ഇപ്പൊ റെക്കോർഡിംഗ് അത് അവിടുന്ന് ഇടിച്ചപ്പോ മുതൽ റെക്കോർഡാക്കിയ അതിന് മുമ്പ് ഓണായിരുന്നില്ല അല്ല ഇതിപ്പോ ഇങ്ങനെ വെക്കാൻ പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഇല്ല അത് ഇവിടെ വെക്കുന്ന കണ്ട പോലീസുകാർ കണ്ടോ കുഴപ്പമൊന്നും പോലീസുകാർ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ വിജയേട്ടൻ പത്രം ഇടുന്ന വിജയേട്ടന്റെ ഇവിടെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട് അല്ല പറയുന്നേക്ക് അവിടെ വന്ന് ഞങ്ങൾ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുക അപ്പം മറ്റേ ഇവര് എൻഫോഴ്സ്മെന്റ് ടീം ആർട്ടിയോടെ എൻഫോഴ്സ്മെന്റ് ടീം അവിടെ നിൽക്കുന്നു അപ്പം ഇത് ഇങ്ങനെ പറ്റിയത് ഞാൻ പറഞ്ഞ സാറേ രാവിലെ പത്രം ഇടുന്ന ആളാ കാട്ടുപന്നി കുറുകിച്ചാടി ഇവിടെ 5-8 പേര് മരിച്ച സ്ഥലമാണ് അന്തൊക്കെ അവർ ഒതുങ്ങി അതിന് വീണുള്ളൂ കുറുക്കൻ ചാടിയിട്ട് ഇപ്പൊ കുറച്ചേ ഉള്ളൂ അതല്ലേ വീണിട്ട് കൈയൊക്കെ ചവഞ്ഞു പോയി കാണിച്ചത് എന്തും ആയിക്കോട്ടെ അടി കൊടുക്കണ്ടേ അങ്ങനെയാണ് ഓടുന്ന വണ്ടി കിട്ടിയത് ഇപ്പൊ വീട് കയ്യോ കാലോ തെറിച്ചു പോട്ടെ ഇതിപ്പോ ആളി ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പാളി അത്രയും കയറ്റിയോടല്ല എനിക്ക് വീണാലും അതെ അവന്റെ സുഖമായിട്ട് തീർന്നില്ല ഇങ്ങോട്ട് പറയാ അതെ അതാണല്ലോ പക്ഷെ ആള് കൂടിയതോടെ ഞാൻ വിചാരിച്ചത് ഇവര് തമ്മിൽ കൂട്ടുകാരാന്ന് ഓർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ വർത്താനം ഞാൻ ഓർത്ത് അത് കഴിഞ്ഞപ്പോ ഈ വീട് കഴിഞ്ഞപ്പോ കൂട്ടുകാരാ അവർ വർത്താനം പറഞ്ഞു തീർന്നു അത് കഴിഞ്ഞപ്പോ നിങ്ങൾ അങ്ങോട്ട് ആക്കോട് വിടാൻ പിന്നെ നമ്മൾ ഇതൊക്കെ ഇവിടെ ആള് സഹകരിക്കുന്നുണ്ടല്ലോ ആള് ശ്രദ്ധിക്കുന്നു ഞങ്ങൾ രണ്ടുപേരോട് നോക്കിക്കൊണ്ട് നിൽക്കുക എന്ത് ചെയ്യാനാ അബീനെ കൊത്താൻ വന്ന് അബിയില്ലേ വണ്ടിനെ ഓർമ്മിക്കാൻ പറ്റത്തില്ല അവൻ എന്താ പള്ളി പോട്ടെ എല്ലാം കഞ്ചാവാണോ ഇല്ല എനിക്കറിയില്ല ഞാൻ ഇളേരി വീട് ചെന്താമരകൾ ഉണ്ടാകുന്നത് ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ എന്താ പ്രശ്നം ഞാൻ ബേക്കിൽ മിറർ നോക്കാൻ മറ്റേ പുക വരുന്ന സാധനം പുക വന്നിട്ട് ഇനിയിപ്പോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്ന വെച്ചിട്ട്